8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ക്ലാസ്സുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾക്കെല്ലാം നമ്മൾ എവിടെ ഇപ്പം വസിക്കുന്നത്, നമ്മൾ എവിടെ ജീവിക്കുന്നത്? മോനൊന്ന് പറഞ്ഞേ, എവിടെ നമ്മളിപ്പം ജീവിക്കുന്നത്? ഭൂമിയിലല്ലേ? ഭൂമിയിൽ. ഭൂമിയുടെ എന്തൊക്കെയാ സവിശേഷതകൾ? ജീവഗ്രഹമാണ് അല്ലേ? ജീവഗ്രഹമാണ്. ഭൂമിക്ക് പിന്നെന്തുണ്ട്? ജീവനുള്ള ഗ്രഹമല്ലേ? അതെ. പിന്നെ ഏതാണ്? ജലഗ്രഹമാണ്. പിന്നെന്തൊക്കെയുണ്ട്? പറഞ്ഞേ. ഭൂമി എന്താണ്? ഭ്രമണം ചെയ്യും, പരിക്രമണം ചെയ്യും അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? എന്നാൽ ഈ ഭൂമി നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കുഴിച്ചു നോക്കിയെങ്കിൽ ഭൂമിക്ക് അടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തൊക്കെ കാണും ഭൂമിക്കടിയിൽ? ഭൂമിക്കടിയിൽ എന്തൊക്കെ കാണും? നിങ്ങൾ പാഠപുസ്തകത്തിലുള്ള ആ ഖണ്ഡിക വായിച്ചിട്ടുണ്ടോ? പാഠപുസ്തകത്തിൽ ഒരു ഖണ്ഡിക കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ ചാപ്റ്ററിൽ, നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൽ 3ാമത്തെ ചാപ്റ്ററിൽ ഒരു ഖണ്ഡിക കൊടുത്തിട്ടുണ്ട്. എന്താണത് അറിയാമോ? ഒരു ഖനിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഭൂമിക്ക് അടിയിലോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? ആ ഖണ്ഡിക വായിച്ചിട്ട് നിങ്ങളൊന്ന് പറയണ ആൻസർ. കണ്ടോ? ഈ ഖണ്ഡിക നോക്കിയേ. ഈ ഖണ്ഡികയിൽ എന്ത് പറഞ്ഞേക്കുന്നത്? എവിടുത്തെ കാര്യം പറഞ്ഞേക്കുന്നത്? ദക്ഷിണാഫ്രിക്കയിലല്ലേ? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ എന്താണ്? ഒരു ഖനിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആ ഖനിയിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഖനിയിലോട്ട് പോകുമ്പോൾ എന്താണ്? അവിടെ യാത്ര ചെയ്യുന്നവർക്ക് എന്താണ്? കൂടുതൽ ചൂടും അല്ലേ? ചൂടും പിന്നെന്താണ്? മർദ്ദവും അനുഭവപ്പെടുന്നല്ലേ? അവർക്ക് ശ്വാസം തടസ്സം ഉണ്ടാവുന്നു. അവരില്ലല്ലേ? ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ അവരെന്താണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്? ഓക്സിബോക്സ് എന്ന ജീവൻ രക്ഷാ ഉപകരണം ഉപയോഗിക്കുന്നു അല്ലേ? അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. അതിനർത്ഥം എന്താണ്? അവിടെ ശ്വാസതടസ്സം നേരിടും അല്ലേ? ശ്വാസതടസ്സം നേരിടും. അതുപോലെ എന്താണ്? അവിടെ ഭൂമിയുടെ ആഴത്തിൽ പോകുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റുന്ന പറഞ്ഞേക്കുന്നത്? ഖനിയല്ലയോ? ഖനിയുടെ എന്താണ്? ഉള്ളറ എന്താണ്? ഭയങ്കരമായിട്ടുള്ള നമുക്ക് ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു കലവറ തന്നെയാണ്. നമ്മുടെ ഭൂമിക്കടിയിൽ എന്നാണ് പറയപ്പെടുന്നത് അല്ലേ? ആ ഖനിയിൽ സ്വർണത്തിൻ്റെയും ചെമ്പിൻ്റെയും ഒക്കെ ഖനി ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ ആണോ? എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ ഭൂമി എങ്ങനെ ആയിരിക്കും? നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ? ഭൂമി എങ്ങനെ ആയിരിക്കും? ഭൂമിയെക്കുറിച്ച് അങ്ങനെ ഭൂമിയുടെ ഉള്ളറ എങ്ങനെ ഇരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കാം. ടീച്ചർ നമുക്കൊരു വീഡിയോ കാണിച്ചിട്ട് ആ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭൂമിയുടെ ഉള്ളറ ഭൂമിയിലുള്ള ആഴത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ വീഡിയോയിലൂടെ നമുക്ക് പറയാൻ സാധിക്കും. നോക്കാം. എല്ലാവരും നോക്കിയേ. നമ്മളിപ്പം കാണാൻ പോകുന്നത് ഭൂമിയുടെ ഉള്ളറകൾ പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് പരിമിതികൾ നേരിടും. ആ പരിമിതികൾ എന്തൊക്കെയാണെന്നാണ് ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. ടീച്ചർ ഒന്നും കൂടെ അത് പ്ലേ ചെയ്യാം. നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടു നോക്കണേ. കണ്ടോ? ഭൂമിയുടെ ഉള്ളറകൾ എന്തൊക്കെയാണ്? ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ കഴിയും? ആ ചിത്രം ഒന്ന് നോക്കിയേ. ആ ചിത്രത്തിൽ എന്തൊക്കെയാ കൊടുത്തേക്കുന്നത്? കണ്ടോ? എന്തൊക്കെയാന്ന് നോക്കിയേ. ഒരു തീഗോളം പോലെ എന്തോ കാണുന്നില്ലേ നിങ്ങൾ? പിന്നെ ഇപ്പുറത്തെന്താണ്? അതൊന്ന് നിരീക്ഷിച്ചിട്ട്, ആ ചിത്രങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് എന്താണ്? ചിത്രവും വീഡിയോയും ഉണ്ട്. അത് നിരീക്ഷിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതിക്കേ. എല്ലാവരും നിരീക്ഷിക്കണേ. കണ്ടോ? ആ ചിത്രത്തിൽ വീഡിയോക്കകത്ത് കണ്ടോ? തീഗോളം പോലെ ഉയരുന്നത് എന്താണെന്ന് കണ്ടോ നിങ്ങൾ?
എല്ലാവരും നോക്കിയേ. ആ കുറേ വരകൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ആ ചിത്രം എന്താണ്? ഇപ്പുറത്ത് കണ്ടോ? ഭൂമിയിൽ നിന്നും എന്താണ് കുറേ പുകയും തീയും ഒക്കെ ഉയരുന്നല്ലേ? അതെന്തൊക്കെയാണെന്നൊന്ന് കണ്ടെത്തി എഴുതിയൊക്കെ. നിങ്ങൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളായിരിക്കും ഇതൊക്കെ. നമ്മുടെ ഭൂമിയുടെ ഇനി നമുക്ക് നോക്കാതെ എന്താ പറഞ്ഞേക്കുന്നത്. എല്ലാവരും എഴുതിയില്ലേ? നമുക്കെന്നാ അത് നോക്കാം. ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടല്ലേ? നിങ്ങൾ ആ ഡയറി കുറിപ്പ് വായിച്ചായിരുന്നു. ആ ഡയറി കുറിപ്പിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ഭൂമിയുടെ ആഴത്തിലോട്ട് പോകുന്തോറും എന്താണ്? ഭയങ്കരമായ ചൂടല്ലേ? താപം അനുഭവപ്പെടും അല്ലേ? താപവും പിന്നെ അതുപോലെ എന്താ? മർദ്ദവും കൂടി വരുന്നു. ഭൂമിയുടെ അടിയിലോട്ട് പോകുമ്പോഴത്തേക്ക് താപവും മർദ്ദവും കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് ഭൂമിയുടെ ഉള്ളറകളല്ലേ, ഭൂമിയുടെ ആഴത്തിലോട്ട് പോയി നമുക്ക് പഠിക്കാൻ സാധിക്കത്തില്ല. ഇതുവരെ നമുക്ക് ഭൂമിയുടെ ഉള്ളറകളിലേക്ക് പോയത് 12 കിലോമീറ്റർ വരെ നമുക്ക് ഇതുവരെ ഭൂമിക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് എത്ര? 5000 ഡിഗ്രി സെൽഷ്യസ് താപമാണുള്ളത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് എത്ര? 5000 ഡിഗ്രി സെൽഷ്യസ് താപമാണ് ഉള്ളത്. അതിൽ നമുക്കറിയാം നമ്മുടെ ഇരുമ്പ് പോലെ ഉരുകുന്നത് എത്ര? 1538 ഡിഗ്രിയിലാണ് നമ്മുടെ ഇരുമ്പ് പോലും എന്താണ്? ഉരുകിപ്പോകുന്നത്. അതിലും കൂടുതൽ താപമാണ് ഇവിടെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തല്ലേ? അന്നേരം എന്താ നമുക്ക് മനുഷ്യന് ചെല്ലാൻ കഴിയുമോ? നമ്മളൊക്കെ ഉരുകിപ്പോവും അല്ലേ? ഉരുകിപ്പോകുന്നു. 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ കണ്ടു എന്തൊക്കെ പ്രവർത്തനങ്ങൾ എന്നാൽ നമ്മൾ എങ്ങനെ ഈ ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഭാഗമാണ് ഭൂമിയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. എന്നാൽ പക്ഷെ നമുക്ക് അവിടെയുള്ള വിവരങ്ങളെക്കുറിച്ച് നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം? അതൊന്ന് നോക്കിക്കേ, വായിച്ചു നോക്കിയേ. കണ്ടോ? നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാ പറഞ്ഞത്? അഗ്നിപർവ്വത സ്ഫോടനം അല്ലേ? നമ്മൾ കണ്ടു ആ വീഡിയോയിൽ കണ്ടോ? അഗ്നിപർവ്വത ഭൂമിയുടെ ഉള്ളിൽ നിന്ന് എന്താണ്? അഗ്നിപർവ്വതം ഉണ്ടായി വന്നിട്ട് എന്താ? അത് തീഗോളം പോലെ ഉയരുന്നതാണ് കാണിക്കുന്നത്. പിന്നെന്തുവാ? ഖനികൾ നിങ്ങൾ കണ്ടില്ലേ? ആ പ്രവർത്തനം ആ ചിത്രത്തിൽ കണ്ടില്ലേ? ഖനി ഒരു JCB പോലെ പാറ ഖനനം നടത്തുന്നല്ലയോ? പാറ പോലെ ഖനി നമ്മളെന്താണ് സ്വർണവും ചെമ്പൊക്കെ കുഴിച്ചെടുക്കുന്ന ഖനികളുണ്ട്. ആ ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തോ ചെയ്യാം? നമ്മുടെ ഭൂമിയുടെ ആഴത്തിലുള്ള വിവരങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതുപോലെ കണ്ടോ ഈ ചിത്രം കണ്ടോ? ആ ചിത്രത്തിൽ കുറേ വേവുകളല്ലേ, തരംഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്താ തരംഗങ്ങൾ? അതിനെ പറയണ സീസ്മിക് തരംഗങ്ങൾ കേട്ടോ. അതെന്താണ്? നമ്മുടെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളാണത്. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തോ കണ്ടുപിടിക്കാം? ഭൂമിയുടെ ആഴത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് എന്തൊക്കെയാണ്? അഗ്നിപർവ്വത സ്ഫോടനം അല്ലയോ? അഗ്നിപർവ്വതം പൊട്ടിയിട്ടുണ്ടാകുന്ന സ്ഫോടനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് എന്തോ ചെയ്യാം? ഭൂമിയുടെ ആഴത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭൂമിയുടെ ആഴത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഘടനയില്ലേ? മനുഷ്യർക്കായാലും എന്ത് സസ്യങ്ങൾക്കായാലും ഒരു ഘടനയുണ്ടല്ലേ? ഘടനയിൽ നിന്ന് രൂപമുണ്ടല്ലേ? അതുപോലെ നമ്മുടെ ഭൂമിക്ക് ഒരു രൂപമുണ്ട്, ഭൂമിയുടെ ഘടനയുണ്ട്, ഭൂമിക്ക് ഒരു ഘടനയുണ്ട്. നമുക്ക് ഇനി അതാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഭൂകമ്പ തരംഗങ്ങൾ പറഞ്ഞില്ല. ഭൂകമ്പ തരംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു. ഭൂകമ്പ തരംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂമിയെ എന്തോ 3 പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 പാളികളായി തരംതിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? നിങ്ങൾ ചിത്രം ഒന്ന് വിശകലനം ചെയ്ത് നോക്കണേ. ഭൂമിയുടെ പാളികൾ കണ്ടോ? നിങ്ങൾ ചിത്രം നോക്കിയേ. കണ്ടോ? അതൊരു ആനിമേഷൻ ചിത്രമാണ്. നിങ്ങൾ നോക്കിയേ, ഭൂമിയുടെ പാളികളാണ്. ഭൂമി നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് നിങ്ങളത് കാണുന്നത്. നമുക്ക് ഓരോ പാളിയായിട്ട് നമുക്ക് ഇനി പഠിക്കാം. കണ്ടോ? ആ ആനിമേഷൻ ചിത്രം നോക്കിയേ. നിങ്ങൾ ആ ചിത്രം ഒന്ന് നോക്കിയേ. കണ്ടോ? ചിത്രത്തിൽ എന്താ കാണിച്ചേക്കുന്നത്? വായിച്ചത്? ഭൂവൽക്കം ക്രസ്റ്റ്, മാന്റില്, ഔട്ടർ കോറ്, ഇന്നർ കോർ അല്ലേ? അതായത് ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂമിയെ വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറഞ്ഞ ഏതാ? ഭൂവൽക്കം. ഏതാ മക്കളെ? ഭൂവൽക്കം. നിങ്ങൾ കണ്ടോ? ആ ഭൂമിയുടെ
എന്താണ് ഭൂമിയുടെ പുറം ഭാഗത്തുള്ള ആ നീലഭാഗം കണ്ടില്ല, ആ നീലഭാഗമാണ് നമ്മുടെ എന്താണ് ക്രസ്റ്റ് അഥവാ എന്താണ് ഭൂവൽക്കം. ഭൂമിയുടെ പുറം ഭാഗം അല്ലേ, പുറം തോട്. നമ്മളിപ്പോൾ മുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ മുട്ടയുടെ പുറം തോടില്ലേ, അതുപോലെ ഭൂമിയുടെ പുറംതോട് എന്നറിയപ്പെടുന്ന ഏതാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്നാണ്. ഇനി രണ്ടാമത് കണ്ടോ, രണ്ടാമത്തെ ചിത്രം നോക്കിയേ, ആ ഉയർന്നു വരുന്ന ഭാഗം കണ്ടോ, കണ്ടോ ആ ആരോ മാർക്കിട്ടുള്ള കണ്ടില്ലേ, അതാണ് എന്താ നമ്മുടെ മാൻഡില്. രണ്ടാമത്തെ നോക്കിയേ മാൻഡില്, മാൻഡില് രണ്ടാമത്തെ ഭാഗം ഏതാ മാൻഡില്, ഏതാ മാൻഡില്. മാൻഡിൽ ഏതാണ് തൊട്ട് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഏത് മാൻഡിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോക്കിയേ, മൂന്നാമത്തേത് ഏതാ പുറക്കാമ്പ്. പുറക്കാമ്പിന് എന്താ ഇംഗ്ലീഷ് ഔട്ടർ കോർ. നിങ്ങൾ ആ ചിത്രത്തിൽ കാണാം ഔട്ടർ കോർ, ഔട്ടർ കോർ കണ്ടില്ലയോ, ഔട്ടർ കോർ അഥവാ പുറക്കാമ്പ്. പുറക്കാമ്പിന് അടിയിലായിട്ട് ഏതാണ് അകക്കാമ്പ് അല്ലേ, ഭൂമിയുടെ ഏറ്റവും കേന്ദ്രഭാഗം. ഭൂമി തുരന്ന് ചെല്ലുമ്പം അതിന് ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗം ഏതാണ് അകക്കാമ്പാണ്, അകക്കാമ്പ്. നമുക്ക് അന്നേരം ഓരോ ഭാഗങ്ങളും നമുക്കിനി പഠിക്കാം. എല്ലാവരും റെഡിയാണോ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഈ ഭൂവൽക്കം എന്താണെന്ന് നമുക്ക് പഠിക്കാം. എന്താണ് ഭൂവൽക്കം? ഭൂവൽക്കം പഠിക്കാം. എന്താണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. ഭൂവൽക്കം എന്താണ് ക്രസ്റ്റ്. നിങ്ങൾ കണ്ടോ, ഭൂമിയുടെ താരതമ്യേന നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ് എന്താ ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഭൂമിയുടെ പുറത്തെ തോടാണ്, പുറംതോടാണ് എന്താണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. ഭൂവൽക്കത്തിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. എന്താണ് ഭൂവൽക്കത്തിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാ? വൻകര ഭൂവൽക്കം. നിങ്ങൾ ആ ചിത്രം ഒന്ന് നിരീക്ഷിച്ചേ. അത് നമ്മുടെ ഭൂമി എന്താണ് ഈ താഴത്തെ ചിത്രം കണ്ടോ, താഴത്തെ ചിത്രം ഭൂമി നമ്മൾ പിളർത്തി വെച്ചേക്കാം. ഇങ്ങനെ ഒരു പാളിയായിട്ട് നമ്മൾ കേക്ക് കണ്ടിക്കുന്നതാണെങ്കിൽ എന്താണ് തണ്ണിമത്തങ്ങ. ഇപ്പം നമ്മൾ തണ്ണിമത്തങ്ങ ഒരു സൈഡ് ഇങ്ങനെ ത്രികോണാകൃതി ഇങ്ങനെ കണ്ടിക്കത്തില്ലേ, ആ കണ്ടിക്കുന്ന അതുപോലെ ഒരു പീസാണ് എന്താണ് ഒരു പീസ് അതിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ഒരു പീസാണ് നിങ്ങൾ ആ ഭൂമിയുടെ ഇതുപോലെ കാണപ്പെടുന്നത്. ആ ഭൂമി അങ്ങനെ നമ്മൾ എടുത്ത ഭാഗമാണ് ആ കാണിക്കുന്നത്. അന്നേരം ഭൂവൽക്കത്തിന്റെ പാർട്ടായിട്ടുള്ള ഒരു ഭാഗം ഏതാണ് വൻകര ഭൂവൽക്കം. ഏതാണ് വൻകര ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തെ പറയുന്ന ഒരു പേരെന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. വൻകര ഭൂവൽക്കത്തെ നമ്മൾ എന്ത് വിളിക്കും? കോണ്ടിനെന്റൽ ക്രസ്റ്റ്. വൻകര ഭൂവൽക്കത്തിന് എന്താണ് വിളിക്കുന്നത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ്. വൻകര ഭൂവൽക്കം എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കറിയാവോ? അത് നമുക്ക് ഇപ്പോൾ വഴിയെ പഠിക്കാം. വൻകര ഭൂവൽക്കം അല്ലാതെ ഏതാണ് സമുദ്ര ഭൂവൽക്കം. ഭൂവൽക്കത്തിന് രണ്ടാമത്തെ ഭാഗം ഏതാ സമുദ്ര ഭൂവൽക്കം. ഏത് രണ്ടാമത്തെ ഭാഗം? സമുദ്ര ഭൂവൽക്കം. ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ രണ്ട് ഭൂവൽക്കത്തിന്റെ രണ്ട് ഭാഗങ്ങളും കാണാൻ പറ്റും. മുകളിലത്തെ ചിത്രം നോക്കിയേ, നമ്മൾ എന്താണ് സീ അല്ലേ, സമുദ്രം എന്ന് പറയുന്നതാണ് സീ ആണല്ലേ, നമ്മുടെ കടൽ ഭാഗം അല്ലേ സമുദ്രം അല്ലേ, സീ ഒക്കെ ഓഷ്യാനിക് ക്രസ്റ്റ്. സമുദ്രത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓഷ്യാനിക് ക്രസ്റ്റ്. ആ ചിത്രത്തിൽ നിങ്ങൾ മുകളിലത്തെ ചിത്രത്തിൽ നോക്കിയാൽ രണ്ട് ഒരു സൈഡിൽ ആ വെള്ള ഭാഗമായിട്ട് കൊടുത്തേക്കുന്ന എന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ്. വെള്ളം അല്ലേ, ആ വെള്ളം ഒരു നിറത്തിൽ കാണുന്ന എന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റും. ഇനി ആ നീല നിറത്തിൽ കാണുന്ന എന്താണ് ഓഷ്യാനിക് ക്രസ്റ്റ് അല്ലേ. നീല എന്ന് പറഞ്ഞാൽ സമുദ്രം എപ്പോഴും എന്താണ് നീല നിറമാണ്. അതെന്താണ് കൊടുത്തേക്കുന്നത്? ഓഷ്യാനിക് ക്രസ്റ്റ്, സമുദ്ര ഭൂവൽക്കം. അങ്ങനെയാണ് ഭൂവൽക്കത്തിന് രണ്ട് ഭാഗം. അതുപോലെ ഭൂവൽക്കത്തിന് 40 കിലോമീറ്റർ ആണ് കനം. എത്ര? ഭൂവൽക്കത്തിന് 40 കിലോമീറ്റർ ആണ് അതിന്റെ കനം. ഏറ്റവും നേർത്ത പുറന്തോടല്ലയോ, നേർത്ത ഭൂമിയുടെ ഏറ്റവും നേർത്ത പുറന്തോടാണ് ഏതാ ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ഏറ്റവും നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് വൻകര ഭൂവൽക്കം പഠിക്കാം. വൻകര ഭൂവൽക്കം പഠിക്കാം. എന്താണ് വൻകര ഭൂവൽക്കം? വൻകര ഭൂവൽക്കം പഠിക്കാം. വൻകര ഭൂവൽക്കം എന്താണ്? വൻകര ഭൂവൽക്കത്തിൽ നമ്മുടെ സംയുക്തങ്ങളിലെ ഓരോ നിങ്ങൾ പഠിച്ചിരുന്ന ഓരോ ലോഹങ്ങളില്ലേ, സിലിക്ക, അലൂമിന എന്നൊക്കെ പറഞ്ഞാൽ, അതുപോലെ സിലിക്കയുടെയും അലുമിനിയം എന്നീ ധാതുക്കൾ, കുറേ ധാതുക്കളുണ്ട്. നമ്മുടെ മണ്ണിനകത്ത് കുറേ ധാതുക്കളുണ്ട്. അതുപോലെ നമ്മുടെ ഭൂമിക്കടിയിൽ കുറേ ധാതുക്കളുണ്ട്. ആ ധാതുക്കളാണ് ഏതാ സിലിക്ക, അലുമിന. ഏതൊക്കെയാ? സിലിക്ക, അലുമിന എന്നീ ധാതുക്കളാൽ എന്താണ് അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ ഈ വൻകര ഭൂവൽക്കത്തെ ഒരു പേര് വിളിക്കുക. എന്താണത്? സിയാൽ. സിയാൽ എന്താണ്? വൻകര ഭൂവൽക്കത്തെ വിളിക്കുന്ന പേരാണ് സിയാൽ എന്ന് വിളിക്കുന്നു.
അതായത് എന്തൊക്കെ ചേരുന്നതാണ് വൻകര ഭൂവൽക്കം? ആ ചിത്രത്തിൽ നമുക്ക് കാണാം. നിങ്ങൾ കണ്ടോ? ഓഷ്യാനിക് ക്രസ്റ്റ് നോക്കിയേ, ഓഷ്യാനിക് ക്രസ്റ്റും വൻകര ക്രസ്റ്റ് നോക്കിയേ. താഴത്തെ ചിത്രം കണ്ടോ? താഴെ എന്താണ്? സിമ. സിമ കണ്ടില്ലയോ? സിമയും സിയാല്, SIAL കണ്ടില്ലയോ? സിയാല് അഥവാ എന്താണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ എന്താണ്? വൻകര ഭൂവൽക്കം. ഇവ എന്താണ്? സിലിക്കയും അലൂമിനിയം കൂടെ ചേർന്ന് എന്തൊക്കെ ധാതുക്കൾ അവിടെ കാണപ്പെടുന്ന? സിലിക്കയും അലൂമിനിയം രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ്? സിയാൽ എന്ന് രൂപപ്പെടുന്നു. അന്നേരം വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് നമ്മൾ വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഷ്യാനിക് ക്രസ്റ്റ് നോക്കിയാലോ? അഥവാ എന്തുവാ? സമുദ്ര ഭൂവൽക്കം. സമുദ്ര ഭൂവൽക്കം അല്ലേ? സമുദ്രത്തോടെ ചേർന്ന സമുദ്രമാണ് എന്ത്? സമുദ്ര ഭൂവൽക്കത്തിന് അടിസ്ഥാനം അല്ലേ? ഒരു ഓഷ്യാനിക് ക്രസ്റ്റ് നോക്കിയേ, ഓഷ്യൻ ക്രസ്റ്റ് നോക്കിയേ. ഓഷ്യൻ ക്രസ്റ്റിൽ കാണപ്പെടുന്നത് സിലിക്കയും പിന്നെ ഏതായിരിക്കും? മഗ്നീഷ്യം. ഏതാ? മഗ്നീഷ്യം. നിങ്ങൾ സയൻസ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ് മഗ്നീഷ്യത്തെയൊക്കെ കുറിച്ചല്ലേ? സിലിക്കയും മഗ്നീഷ്യവുമാണ് എന്താണ്? നമ്മുടെ ഓഷ്യാനിക് ക്രസ്റ്റ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഓഷ്യാനിക് ക്രസ്റ്റ് അഥവാ സമുദ്ര ഭൂവൽക്കത്തെ വിളിക്കുന്ന പേരെന്താണ്? സിമ. എന്താണ്? സിമ. സമുദ്ര ഭൂവൽക്കത്തെ വിളിക്കുന്ന പേര് സിമ എന്നാണ്. കണ്ടോ? ഒന്ന് വായിച്ചേ. വൻകര ഭൂവൽക്കം സിലിക്ക, അലൂമിന എന്നീ ധാതുക്കളാൽ അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കാം. സമുദ്ര ഭൂവൽക്കം നോക്കിയേ. സമുദ്ര ഭൂവൽക്കം എന്ത്? അല്ലെങ്കിൽ എങ്ങനെ വിളിക്കും നമ്മൾ? ഓഷ്യൻ ക്രസ്റ്റ്. എന്താണ്? ഓഷ്യൻ ക്രസ്റ്റ്. സിലിക്കയും മഗ്നീഷ്യം എന്നീ ധാതുക്കളാൽ അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു. അന്നേരം വൻകര ഭൂവൽക്കം സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നും വിളിക്കുന്നു. ഇപ്പം മനസ്സിലായോ? നമ്മൾ ഭൂവൽക്കത്തെ രണ്ട് പാടുകളായിട്ടാണ് തിരിച്ചത്. ഏതൊക്കെയാ? വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തിൽ സിലിക്കയും അലൂമിനിയം ചേരുന്ന ഏതൊക്കെ പറയുന്ന പേരാണ്? സിയാൽ എന്നും. എന്താണ്? സമുദ്ര ഭൂവൽക്കത്തിൽ എന്താണ്? സിലിക്കയും മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന അവയെ നമ്മൾ സിമ എന്നും വിളിക്കുന്നു. ഭൂവൽക്കം എന്താണ്? ഭൂമിയുടെ നേർത്ത പുറത്തെ തോടാണ്, പുറന്തോടാണ് എന്താണ്? ഭൂവൽക്കം എന്ന് പറയുന്നത് അല്ലേ? ഇനി നമുക്ക് എന്നാൽ രണ്ടാമത്തെ പാളി നമ്മൾ ഏതാണെന്ന് പഠിച്ചത്? രണ്ടാമത്തെ പാളി പഠിച്ചത് ഏതായിരുന്നു? രണ്ടാമത്തെ പാളിയാണ് നമ്മൾ പഠിച്ചത്. ഏതാ? മാൻറ്റിൽ. ഏതായിരുന്നു? മാൻറ്റിൽ. നമുക്കിനി മാൻറ്റിൽ പഠിക്കാം. നോക്കിയേ, നിങ്ങൾ ആ ചിത്രം നോക്കിയേ. കണ്ടോ? ഭൂമിയുടെ പാളിയിൽ കണ്ടോ? 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാളി നോക്കിയേ. നമ്മുടെ ഭൂമിയുടെ പുറത്തെ തോട് കണ്ടോ? പുറന്തോട് കണ്ടോ? ആ പുറത്തെ തോട് ആദ്യം കാണിച്ചേക്കുന്ന ചിത്രത്തിൽ കണ്ടോ? പുറത്തെ തോടാണ്. ഭൂമിയുടെ വരകളൊക്കെ വരുന്ന, ഭൂമിയുടെ നീല നിറം വരുന്ന ചിത്രമാണ് എന്താണ്? നമ്മുടെ ഭൂമിയുടെ പുറന്തോട് എന്ന് പറയുന്നത്. എന്താ? ക്രസ്റ്റ്. അതിന് എത്ര കിലോമീറ്റർ? 40 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ കനം. ഏറ്റവും കനം കുറഞ്ഞതാണ് ഏതാ? നമ്മുടെ പുറന്തോട് അഥവാ ഭൂവൽക്കം. പുറന്തോട് എന്നറിയപ്പെടുന്ന ഭൂവൽക്കത്തിൽ ഏറ്റവും താരതമ്യേന എല്ലാം മറ്റ് പാളികളെ അപേക്ഷിച്ച് എന്താണ്? വളരെയധികം കനം കുറവാണ് എന്താ? പുറന്തോടിന്. ഈ രണ്ടാമത്തെ ഭാഗം കണ്ടോ? പുറന്തോടിന് അകത്തായിട്ടിരിക്കുന്ന ഭാഗമാണെങ്കിൽ തന്നെ തൊട്ട് താഴെയായിട്ട് കാണുന്ന പിങ്ക് എന്താണ്? ഓറഞ്ച് നിറത്തിൽ കാണുന്നില്ലേ? രണ്ടാമത് ഓറഞ്ച് നിറത്തിൽ കാണുന്ന ഈ പാളിയാണ് എന്താണ്? മാൻറ്റിൽ. എന്താണ്? മാൻറ്റിൽ എന്ന് പറയുന്നത്. എന്താണ്? മാൻറ്റിൽ. ഈ പാളിയാണ് എന്താ? മാൻറ്റിൽ എന്ന് അറിയപ്പെടുന്നത്. മാൻറ്റിൽ എവിടെ അന്നേരം കാണപ്പെടുന്നത്? ഭൂവൽക്കത്തിന് താഴെ. എവിടാണ്? ഭൂവൽക്കത്തിന് താഴെ. ഭൂവൽക്കത്തിന് താഴെയായിട്ടാണ് മാൻറ്റിൽ കാണപ്പെടുന്നത്. എന്താണ്? ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്നതാണ് മാൻറ്റിൽ. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി എത്ര കിലോമീറ്റർ വരെയാ? 2900 കിലോമീറ്റർ. എത്താണ്? 2900 കിലോമീറ്റർ വരെയാണ് എന്താണ്? മാൻറ്റിൽ കാണപ്പെടുന്നത്. നമ്മൾ ഭൂവൽക്കത്തെ പറഞ്ഞതുപോലെ മാൻറ്റിലിനും രണ്ട് പാർട്ടുകളുണ്ട്, രണ്ട് ഭാഗങ്ങളുണ്ട്. മാൻറ്റിലിന് എന്തുണ്ട്? രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ മാൻറ്റിലിനെ നമ്മൾ എന്തോ ഡിവൈഡ് ചെയ്യും അല്ലേ? നമ്മൾ മാൻറ്റിലിനെ രണ്ടാക്കും. ആ മാൻറ്റിലിനെ രണ്ടാക്കുന്ന ഏതൊക്കെയാണെന്ന് അറിയാവോ? ഒന്നാണ് മാൻറ്റിലിൻ്റെ രണ്ട് പാളികളാണെന്ന് ഉപരി മാൻറ്റിൽ. എന്താണ്? ഉപരി മാൻറ്റിൽ. ഉപരി മാൻറ്റിൽ. പിന്നെ ഏതാ? അധോ മാൻറ്റിൽ. ഉപരി മാൻറ്റിൽ അഥവാ ഏതാ? അധോ മാൻറ്റിൽ. ഉപരി എന്ന് വെച്ചാൽ എന്താണ്? അപ്പർ മാൻറ്റിൽ. ഉപരി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെ? അപ്പർ മാൻറ്റിൽ എന്നും. എന്താണ്? അധോ മാൻറ്റിലിനെ വിളിക്കുന്ന പേരെന്താണ്? ലോവർ മാൻറ്റിൽ. അധോ എന്ന് വെച്ചാൽ എന്താണ്? താഴെ. അധോ എന്ന് വെച്ചാൽ താഴെ. അന്നേരം ലോവർ മാൻറ്റിൽ. അപ്പർ എന്ന് വെച്ചാൽ എന്താണ്? മാൻറ്റിലിൻ്റെ മുകളിലത്തെ ഭാഗം. മാൻറ്റിൽ എന്ന് പറയുന്നതിൻ്റെ മുകളിലത്തെ ഭാഗമാണ് നമ്മൾ ഉപരി മാൻറ്റിൽ അഥവാ അപ്പർ മാൻറ്റിൽ എന്നും. മാൻറ്റിലിൻ്റെ ഉപരി മാൻറ്റിൽ തൊട്ട് താഴെയായിട്ട്, ആ ഉപരി മാൻറ്റിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന പാളിയാണ് എന്താണ്? അധോ മാൻറ്റിൽ അഥവാ ലോവർ മാൻറ്റിൽ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ അധോ മാൻറ്റിലും ലോവർ മാൻറ്റിലും എന്താണ് നമുക്ക് പഠിക്കാം.
കണ്ടോ ഉപരിമാൻഡിൽ കണ്ടോ നിങ്ങൾ? ആ ചിത്രം നോക്കിയേ. ഇത് മുകളിൽ കാണുന്ന ക്രസ്റ്റ് അല്ലേ? ക്രസ്റ്റ് എന്താണ്? ഭൂവൽക്കം. നീല എന്താണ്? നീലഭാഗം, നീല പാർട്ട് കാണിച്ചേക്കുന്ന എന്താണ്? ഭൂവൽക്കം. അതിന് തൊട്ട് താഴെയായിട്ടാണ് മഞ്ഞ നിറത്തി കിടക്കുന്ന കണ്ടോ? അതാണ് നമ്മുടെ എന്താണ്? അപ്പർ മാൻഡിൽ. മഞ്ഞ നിറത്തി കിടക്കുന്നതാണ് എന്താണ്? അപ്പർ മാൻഡിൽ. ഇവിടുന്നാണ് ഈ ഭൂമി ഇങ്ങനെ നമ്മൾ പകുതി നമ്മൾ മുറിച്ച് വെച്ചേക്കുന്നതിൻ്റെ അടർത്തി മാറ്റിയ ഭാഗമാണ് ഇത്. അപ്പർ മാൻഡിൽ ഏതാ? മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത്. എന്താ? മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ടുണ്ട് ഈ അപ്പർ മാൻഡിലിന് താഴെ, അഥവാ അപ്പർ മാൻഡിൽ എന്ന് വെച്ചാൽ എന്താണ്? ഉപരി മാൻഡിൽ. അപ്പർ മാൻഡിൽ എന്ന് വെച്ചാൽ ഉപരി മാൻഡിൽ. അപ്പർ മാൻഡിലിന് തൊട്ട് താഴെയായിട്ട് കണ്ട ചുമന്ന റെഡ് നിറത്തിൽ കാണുന്നതാണ് ഏതാണ്? അതോ മാൻഡിൽ. അഥവാ എന്താ? ലോവർ. അതിന് തൊട്ട് താഴെ എന്നുള്ളതാണ് നമ്മൾ ലോവർ എന്ന് പറയുന്നത്. ലോവർ മാൻഡിൽ. ചുമന്ന നിറത്തിൽ കാണുന്നതാണ് ലോവർ മാൻഡിൽ. അന്നേരം ഉപരി മാൻഡിൽ അഥവാ അപ്പർ മാൻഡിൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പർ മാൻഡിൽ എന്ന് വെച്ചാൽ സിലിക്കൺ സംയുക്തങ്ങൾ. നമ്മൾ പറഞ്ഞു മറ്റേത് സിലിക്കയും മഗ്നീഷ്യം ഒക്കെയാണ് എന്താണ്? നമ്മുടെ ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്നത് അല്ലേ? അതുപോലെ കുറേ സംയുക്തങ്ങൾ എന്താണ്? മാൻഡിലും ഉണ്ട്. അതെന്താണ്? സിലിക്കൺ. നിങ്ങൾ സയൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന സിലിക്കൺ, അലൂമിനിയം ഒക്കെ. അങ്ങനെ സിലിക്കണിന്റെ സംയുക്തം കൊണ്ട് നിർമ്മിതമായതുകൊണ്ട് അപ്പർ മാൻഡിൽ നമ്മൾ എന്താണ്? ഖരാവസ്ഥയിൽ. അതെന്താണ്? ഖരാവസ്ഥയിൽ. ആ മഞ്ഞ നിറത്തിലുള്ളതല്ലേ? അത് നമ്മൾ ഖരാവസ്ഥയിൽ എന്താണ്? നല്ല കട്ടയായിട്ടാണ് ആ ഭാഗം കാണപ്പെടുന്നത് അല്ലേ? കട്ടിക്ക് ഖരാവസ്ഥയിലാണ് എന്താണ്? ഉപരിമാൻഡിൽ കാണപ്പെടുന്നത്. ഉപരിമാൻഡിൽ എങ്ങനെയാണ്? ഖരാവസ്ഥയിൽ. ഉപരിമാൻഡിൽ കാണപ്പെടുന്നത് എങ്ങനെ? ഖരാവസ്ഥയിലാണ്. ഉപരിമാൻഡിൽ കാണപ്പെടുന്നത് ഖരാവസ്ഥയിൽ. എന്തിന്റെ സംയുക്തങ്ങളാ? സിലിക്കണിന്റെ സംയുക്തങ്ങൾ. ഇനി നമുക്ക് എന്നാൽ അപ്പർ മാൻഡിൽ പഠിക്കാം അല്ലേ? ഉപരിമാൻഡിൽ നമുക്ക് ഖരാവസ്ഥയിൽ. ഉപരിമാൻഡിൽ സിലിക്കണിന്റെ സംയുക്തങ്ങളാണ്. അതുകൊണ്ട് അവ എന്താണ്? ഖരാവസ്ഥയിൽ. ഉപരി എന്ന് വെച്ചാൽ എന്താണ്? ഉപരി എന്ന് വെച്ചാൽ മുകളിൽ അല്ലേ? മുകളിൽ നിന്നുള്ള, അതായത് അപ്പർ എന്ന് വെച്ചാൽ മുകളിലുള്ള ഭാഗമാണല്ലയോ? ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന മാൻഡിലിന്റെ മുകളിലത്തെ ഭാഗം നമ്മൾ ഉപരിമാൻഡിൽ എന്നും അതിന്റെ തൊട്ട് താഴെ കാണുന്ന ഭാഗത്തെ എന്താണ്? നമ്മൾ അപ്പർ മാൻഡിൽ എന്നും കാണും. ഇനി നമുക്ക് അപ്പർ മാൻഡിൽ ഏതാ? അപ്പർ മാൻഡിൽ അഥവാ അധോ മാൻഡിൽ. അധോ മാൻഡിൽ എന്താണ്? അധോ മാൻഡിൽ. നിങ്ങൾ അതൊന്ന് കണ്ട ആ ചിത്രം ഒന്ന് നിരീക്ഷിച്ച ആ വീഡിയോ കണ്ടോ നിങ്ങൾ? എങ്ങനെയാ അത് കിടക്കുന്നത് അവിടുത്തെ? അപ്പർ മാൻഡിൽ കഴിഞ്ഞു. നമ്മളിനി ലോവർ മാൻഡിലാണ് പഠിക്കാൻ പോകുന്നത്. കണ്ടോ? ഈ ചിത്രം കണ്ടോ? ശിലാദ്രവം ഒഴുകുന്നത് കണ്ടോ? ലാവ ഇങ്ങനെ എന്താണ്? ഒഴുകി പോവാ. ലാവ എന്തോ ഇത് ഒഴുകി പോകുന്ന കണ്ടില്ലേ നിങ്ങളത്? അതിനാൽ നമ്മൾ എന്തോ പറയും ഇതിനെ? അധോ മാൻഡിൽ അല്ലേ? ഉപരി മാൻഡിലിന് താഴെ സ്ഥിതി. ഈ പാളിൽ എന്തോ പദാർത്ഥങ്ങൾ എന്താണ്? അർത്ഥദ്രവാവസ്ഥയിലാണ്. കണ്ടോ? തീഗോളം പോലെ തിളച്ച് കിടക്കുക. തിളച്ചെന്തോ ചെയ്യും? അത് ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരു ദ്രവാവസ്ഥയിലാണ്. എന്താണ്? ഒരു ദ്രവത്തിന്റെ അവസ്ഥയിലാണ്. അതിൽ കണ്ടേ തീച്ചൂള ഒരു വെള്ളം കിടന്ന് തിളയ്ക്കുന്ന കണക്കെന്തല്ലേ? തീച്ചൂളയിലല്ലേ അങ്ങനെ കിടന്ന് തിളയ്ക്കുക അല്ലേ? അർദ്ധദ്രവാവസ്ഥയിലാണ് അധോ മാൻഡിൽ. അധോ മാൻഡിൽ എങ്ങനെയാണ്? അർദ്ധദ്രവാവസ്ഥയിൽ. കണ്ടില്ലേ നിങ്ങൾ ആ ഒഴുകി പോകുന്നത്? അർദ്ധദ്രവാവസ്ഥയിലാണ് എന്താണ്? നമ്മുടെ അധോ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത്. അന്നേരം മാൻഡിലിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഭൂവൽക്കത്തിന് താഴെ കാണുന്ന ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഭൂവൽക്ക പാളിക്ക് 2900 കിലോമീറ്റർ വരെയാണ് ഇവിടെ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഭൂവൽക്ക പാളിക്ക് തൊട്ട് താഴെ 40 മുതൽ ഒരു 2900 കിലോമീറ്റർ വരെയാണ് നമ്മുടെ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? എന്നാൽ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയുള്ളത് അതിന്? അധോ മാൻഡിലും ഉപരിമാൻഡിലും അധോ മാൻഡിലും. ഉപരിമാൻഡിൽ എന്താ? സിലിക്കണിന്റെ സംയുക്തങ്ങൾ കൊണ്ടാണ് ഉപരിമാൻഡിൽ എന്താണ് ഉണ്ടാക്കിയേക്കുന്നത്. ആ ഉപരിമാൻഡിൽ അതുകൊണ്ട് തന്നെ എന്താണ്? ഖരാവസ്ഥയിലാണ്. എന്താണ്? ഖരാവസ്ഥയിൽ. അതിന് തൊട്ട് താഴെയില്ലേ? മാൻഡിലിന്റെ മുകൾ ഭാഗമാണ് ഉപരിമാൻഡിൽ. അതിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന മാൻഡിലെ രണ്ടാമത്തെ ഭാഗമാണ് ഏതാണ്? അധോ മാൻഡിൽ. അധോ മാൻഡിൽ എങ്ങനെയാ? ഒരു തിളച്ച് മറിയല്ലോ ലാവകളെ പോലെ എന്താണ്? തീ എന്താ? ഉരുകി തിളച്ച് മറിയുന്ന അവസ്ഥയാണ് അല്ലേ? ഉപരിമാൻഡിൽ താഴെ സ്ഥിതി പദാർത്ഥങ്ങൾ എപ്പോഴും എന്താണ്? അർദ്ധദ്രവാവസ്ഥയിലാണെന്ന്. എന്താ? അർദ്ധദ്രവാവസ്ഥ. ഇനി നമുക്ക് അടുത്ത പഠിക്കാം. നമ്മൾ മൂന്നാമതായി പഠിച്ചത് ഏതാ? ഭൂമിയുടെ ഇപ്പൊ രണ്ടാമത് പഠിച്ചത് നമ്മൾ ഭൂവൽക്കം ഒന്നാമത് പഠിച്ചു, രണ്ടാമത് മാൻഡിൽ പഠിച്ചു. ഇനി ഭൂമിയുടെ കേന്ദ്രമായ ഭാഗമാണ് ഏതാ? മൂന്നാമത് പറഞ്ഞേതാ? കാമ്പ്. എന്താണ്? കാമ്പ് അഥവാ എന്താണ്? കോറ്. ഇത് ഭൂമിയുടെ കേന്ദ്ര ഭാഗം അല്ലേ? നമ്മൾ ഭൂമി തുറന്ന് പോകുമ്പോൾ, നമ്മൾ ഭൂമി കുഴിച്ച് പോകുമ്പോൾ ഏറ്റവും അടിയിലായി കാണപ്പെടുന്ന ഭാഗമാണ് ഏതാണ്? കാമ്പ് അഥവാ കോറ്. കാമ്പ് അഥവാ എന്താണ്? കോറ്.
അന്നേരം ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണത് കാമ്പ് അഥവാ കോർ എന്ന് പറയും. നിങ്ങൾ കണ്ടില്ലേ ആ കോറിന്റെ ചിത്രം നോക്കിയേ, കണ്ടോ? ആ പോയിന്റ് വരച്ചേക്കുന്നുണ്ടോ? ഈ നടുക്ക് കാണുന്ന ഭാഗമാണല്ലേ, ഈ നടുക്ക് കാണുന്ന ഭാഗമാണ് എന്തുവാ? കോറ് അഥവാ എന്തുവാ? കാമ്പ് അല്ലേ. അതിൻ്റെ ഉള്ളിൽ, ഭൂമിക്ക് ഉള്ളിൽ കാണപ്പെടുന്ന ഒരു കേന്ദ്ര ഭാഗം അല്ലേ. നമ്മളിപ്പം നിങ്ങൾ രസാന്തരത്തിൽ എന്തൊക്കെയാണ് ആറ്റം ഒക്കെ പഠിക്കുമല്ലേ, ആറ്റമൊക്കെ പഠിക്കത്തില്ലേ, അതുപോലെ അതിൻ്റെ കേന്ദ്ര ഭാഗമല്ലേ, ആറ്റത്തിൻ്റെയൊക്കെ കേന്ദ്ര ഭാഗം ന്യൂട്രോൺ എന്ന് പഠിക്കുന്ന കണക്ക് എന്താണ്, നമ്മൾ പഠിക്കുന്ന കണക്ക് ഈ ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് ഏതാണെന്ന് പറയുന്നത്? കോറ്. ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് ഏതാ? കോർ എന്ന് പറയുന്നത്. കോർ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് പഠിക്കാം. ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് കോറ്. കോർ അന്നേരം എവിടെ മുതലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ മാൻഡിൽ 2900 കിലോമീറ്റർ വരെയാണെന്ന് പറഞ്ഞു. ആ മാൻഡിലിന് തൊട്ട് അല്ലേ 2900 കിലോമീറ്റർ മുതൽ എവിടെ 6371 കിലോമീറ്റർ വരെ. എത്ര ഉണ്ട്? 6371 കിലോമീറ്റർ വരെ എന്താണ്, എന്തു കാണപ്പെടുന്നു? കാമ്പ് അല്ലയോ. നമ്മുടെ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അന്നേരം എത്ര കിലോമീറ്റർ വരെയാ? 6000 അല്ലേ. 6371 കിലോമീറ്റർ വരെയാണ് എന്തുവാ? കാമ്പ് കാണപ്പെടുന്നത്. ഇതിനും എന്താണ്, നമ്മൾ മറ്റുള്ളവ പഠിച്ചതുപോലെ കാമ്പിനും 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ? പുറക്കാമ്പ് അല്ലേ. പുറക്കാമ്പ് പുറമേ ഉള്ള അല്ലേ, കാമ്പിന്റെ പുറത്തുള്ള ഭാഗമാണ് നമ്മൾ എന്തുവാ? പുറക്കാമ്പെന്നും. ആ കാമ്പിനുള്ളിൽ തന്നെ എന്താണ്, ഒരു ഉള്ളിലുള്ള ഭാഗമുണ്ട്, അതിനെയാണ് അകക്കാമ്പ് എന്ന് പറയുന്നത്. എന്താണ്? പുറക്കാമ്പും അകക്കാമ്പും. പുറക്കാമ്പ് എന്ന് വെച്ചാൽ എന്തോ? ഔട്ടർ കോറ്. പുറത്തെന്ന് പറഞ്ഞാൽ ഔട്ട് അല്ലേ, പുറം എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ടർ എന്നല്ലേ, ഔട്ടർ കോറും. അകക്കാമ്പിന് നമ്മൾ ഇന്നർ. അകം എന്ന് പറയുമ്പോൾ എന്താ? ഇന്നർ അഥവാ അകക്കാമ്പ് എന്നും പറയുന്നു. കണ്ടോ? നിങ്ങൾ ആ ചിത്രം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ലിക്വിഡ് ഔട്ടർ കോർ. ഔട്ടർ കോർ എന്ന് വെച്ചാൽ എന്താ? പുറക്കാമ്പ്. കണ്ടോ? ഈ ഭാഗം, ഈ ചുമന്നിരിക്കുന്ന ഈ ഭാഗമാണ് ഏതാണ്? ഔട്ടർ കോർ. ഈ കോർ, ഇത് ഇത്രയും ഭാഗം കോറാണ്. പക്ഷെ അതിലെ ഈ ഭാഗം കണ്ടോ, ആ വര കാണിച്ചിരുന്ന ഈ ഭാഗമാണ് ലിക്വിഡ് ഔട്ടർ കോർ. അത് എന്തുവാ പറഞ്ഞേക്കുന്നത്? പുറക്കാമ്പ് അല്ലയോ. ലിക്വിഡ് അതെന്താണ്? ഒരു ദ്രവാവസ്ഥയിലാണ്. നമ്മൾ മാൻഡിലിന്റെ അവസാന ഭാഗവും നമ്മൾ പഠിച്ചെന്തോ? ദ്രവാവസ്ഥയിൽ എന്നല്ലയോ. അധോമാൻഡിൽ പഠിച്ചതും ദ്രവാവസ്ഥ. അതുപോലെ ഏതാണ്? ഈ അധോമാൻഡിലിന് തൊട്ട് താഴെയായിട്ട് അന്നേരം ഈ ഏത് കാണപ്പെടുന്നത്? നമ്മുടെ പുറക്കാമ്പ് കാണപ്പെടുന്നത്. ആ പുറക്കാമ്പ് എന്താണ്? ഒരു ലിക്വിഡ് എന്ന് വെച്ചാൽ എന്തുവാ? ദ്രവം അല്ലയോ. ദ്രവാവസ്ഥയിലാണ് ഏതാണ്? അകക്കാമ്പ് കാണപ്പെടുന്നത്, പുറക്കാമ്പ് കാണപ്പെടുന്നത്. അന്നേരം പുറക്കാമ്പും അകക്കാമ്പുമാണ്. നമ്മളിനി പുറക്കാമ്പ് പഠിക്കാം. പുറക്കാമ്പ് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. കണ്ടോ? ഒരു ആനിമേഷൻ ചിത്രം കണ്ടോ നിങ്ങൾ? അതാണ് നമ്മുടെ ഇന്നർ കോർ. ഏതാ? ഇന്നർ കോർ. നമുക്ക് പുറക്കാമ്പും അകക്കാമ്പും പഠിക്കാം. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു. മാൻഡിലിനെ പോലെ എന്താണ്? ഉരുകിയ അവസ്ഥ. മാൻഡിൽ ഏത് ഭാഗമായിരുന്നു? അതോ മാൻഡിലെ, മാൻഡിലിന്റെ ഉപരിമാൻഡിലിന്റെ അടിയിലായി കാണപ്പെടുന്ന അതോ മാൻഡിൽ എന്താണ്? ഉരുകിയ അവസ്ഥയിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പുറക്കാമ്പും എന്താണ്? ഉരുകിയ അവസ്ഥയിലാണ്. എന്താണ്? ഉരുകിയ അവസ്ഥയിലാണ്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം എന്താണ്? എന്നാൽ ഇന്നർ കോർ കണ്ട ചിത്രത്തിൽ കാണിച്ച മിന്നുന്ന ഭാഗമല്ലേ, ആ മിന്നുന്ന ഭാഗമാണ് എന്തുവാ? അകക്കാമ്പ്. എന്താണ്? അകക്കാമ്പ്. ആ പച്ച പോലെ മിന്നുന്ന ഭാഗമാണതാ അകക്കാമ്പ് എന്ന് പറയുന്നത്. ആ അകക്കാമ്പ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? മർദ്ദം അല്ലയോ. മുകളിൽ നിന്നുള്ള മർദ്ദം ഉണ്ടല്ലേ, മുകൾ ഭാഗത്തുള്ള ഭൂമിയുടെ മർദ്ദം മൂലം എന്താണ്? അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. എന്താണ്? ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും കാമ്പിലുള്ളത് നിക്കല്. നിങ്ങൾ സയൻസ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഇരുമ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുമ്പല്ലേ. ഭൂമിക്കടിയിൽ നമുക്ക് ഇരുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഇരുമ്പും അതുപോലെ ഇരുമ്പും നിക്കലും കൂടെ ചേരുന്ന എന്നീ ധാതുക്കൾ അടങ്ങിയ ഭാഗമാണ് ഏതാണ്? നമ്മുടെ കാമ്പ് എന്ന് പറയുന്നത്. നിക്കൽ എന്ന് പറയും. നിക്കലും ഉണ്ട്, ഇരുമ്പും ഉണ്ട്. അത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ കാമ്പ്. ഏതാണ്? കാമ്പ് അഥവാ കോറ്. അതുകൊണ്ട് നമ്മൾ കാമ്പിനെ എന്തോ വിളിക്കും? നിഫെ എന്ന് വിളിക്കും. നിഫെ എന്തുവാണ്? നിക്കലിന്റെ NIയും നമ്മൾ ഇരുമ്പിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഫെറം എന്നല്ലേ ഇംഗ്ലീഷ്. ഇരുമ്പിന്റെ ഇംഗ്ലീഷാണ് ഫെറം. അതിനകത്ത് FEയും കൂടെ ചേർന്നാണ് നമ്മൾ നിഫെ എന്ന് വിളിക്കുന്നത്. NIFE നിഫെ എന്ന് വിളിക്കും. അന്നേരം നമ്മൾ കാമ്പിനെ എന്ത് വിളിക്കും? കാമ്പിനല്ലേ അകക്കാമ്പിന് നമ്മൾ നിഫെ എന്ന് വിളിക്കും. കാമ്പിൽ പൂർണ്ണമായിട്ട് എന്താണോ ഉള്ളത്? ഇരുമ്പും നിക്കലും ഒക്കെയാ. അതുകൊണ്ട് നമ്മൾ കാമ്പിനെ നിഫെ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാം. ഇപ്പം നമ്മൾ ഭൂമിയുടെ 3 പാളികളാണ് പഠിച്ചത്. ഒന്നെന്ന് പറയുന്ന ഭൂവൽക്കം,
2 മാൻഡിൽ അല്ലേ, 3 ഏതാ കോറ്. ഭൂമിയുടെ പുറത്തെ തോടാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. പുറത്തെ തോടമായ ഭൂവൽക്കത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്നതാണ് മാൻഡിലിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതാണ് ഉപരിമാൻഡിലും അധോ മാൻഡിലും. ഉപരിമാൻഡിൽ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഉപരിമാൻഡിലകത്ത് സിലിക്കൺ സംയുക്തങ്ങളാണ്, അതുകൊണ്ട് അതാണ് അത് ഖരാവസ്ഥയിലാണ്. ആ ഉപരിമാൻഡിൽ തൊട്ട് താഴെ കാണപ്പെടുന്ന അധോ മാൻഡിൽ എന്താണ്? ഒരു അർദ്ധ ദ്രവാവസ്ഥയിലാണ്. പിന്നെ നമ്മൾ മൂന്നാമതായി പഠിച്ചത് ഏതാ? കോർ അഥവാ കാമ്പ്. കാമ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? അധോ മാൻഡിലിനെ പോലെ എന്താണ്? ഒരു ദ്രവാവസ്ഥയിലാണെന്ന്. കാമ്പിന്റെ പുറമേയുള്ള ഭാഗമായ കാമ്പ് എന്താണ്? ഒരു ദ്രവാവസ്ഥയിലാണ്. എന്നാൽ അകത്തോട്ടുള്ള കാമ്പ് എങ്ങനെ ആയിരിക്കും? ഏറ്റവും ഉള്ളിലുള്ള കാമ്പ് എങ്ങനെ ആയിരിക്കും? അത് മർദ്ദമൂലം അല്ലേ, ഭൂമിയിലുള്ള മർദ്ദമൂലം എന്താണ്? ഖരാവസ്ഥയിലാണ്. പിന്നെ കൂടാതെ ഇരുമ്പിന്റെയും നിക്കലിന്റെയും സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന അവിടെ എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് നിഫെ എന്ന്. എന്താണ്? നിഫെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭാഗമാണ് ശിലാമണ്ഡലം. നമ്മൾ പഠിച്ചു ഭൂവൽക്കവും മാൻഡിലും അല്ലേ. ഭൂവൽക്കത്തിന്റെ പാളി അതുപോലെ എന്താണ്? നമ്മുടെ മാൻഡിലിന്റെ ഉപരിഭാഗം അല്ലേ. നമ്മളുടെ മാൻഡിൽ പറഞ്ഞു, ഉപരിമാൻഡിൽ എന്ന് പറഞ്ഞു. ആ മാൻഡിലിന്റെ ഉപരിഭാഗം കൂടെ ചേർത്ത് നമ്മളൊരു പേര് പറയും. എന്താണ്? ശിലാമണ്ഡലം. എന്താണ്? ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ. നിങ്ങൾ ആ ചിത്രം ഒന്ന് നോക്കിയേ. അങ്ങനെ നമ്മൾ ഭൂമിയുടെ വിവിധ പാളികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പ്രവർത്തനം ഒന്ന് ചെയ്യണേ. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നിങ്ങൾ പൂർത്തിയാക്കണേ. എന്തിനെക്കുറിച്ചുള്ള ഫ്ലോ ചാർട്ടാണ് അത്? 3 പാളികളുണ്ട്, അതിനകത്ത് വിട്ടുപോയ ഭാഗങ്ങളൊക്കെ പൂരിപ്പിച്ചിട്ട് ഉടനെ തന്നെ ടീച്ചറിനെ കാണിക്കണേ. ടീച്ചർ ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ആനിമേഷൻ ചിത്രം കണ്ടു, നിങ്ങൾ ചിത്രങ്ങൾ കണ്ടു, എല്ലാം കണ്ടു. ഇത് വെച്ച് നമ്മൾ ഭൂമിയുടെ വിവിധ പാളികളും ആ ഓരോ പാളികളും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് പറഞ്ഞു. അതെങ്ങനെയാണെന്നും ഈ ഭാഗങ്ങൾ പൂരിപ്പിച്ച് തയ്യാറാക്കുക. ഈ ഫ്ലോ ചാർട്ട് പോലെ ബുക്കിൽ രേഖപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചില്ലേ. പഠിച്ച ഭാഗത്തുനിന്ന് ടീച്ചർ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. നോക്കിയേ, ആ കൊടുത്ത് വിട്ടുപോയ ഭാഗം ഒന്ന് പൂരിപ്പിച്ച് പറഞ്ഞേ. സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കപ്പെടുന്നത്? ഒരാൾ എഴുന്നേറ്റൊന്ന് പറയണേ. നമ്മൾ വൻകര ഭൂവൽക്കത്തെ സമുദ്ര ഭൂവൽക്കത്തെ വിളിക്കുന്ന 2 പേരുകൾ പഠിച്ചു. ആ വൻകര ഭൂവൽക്കത്തെ വിളിക്കുന്ന പേര് സിലിക്കയും അലൂമിനിയം അടങ്ങുന്നതാ. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? അതൊന്ന് പറഞ്ഞേ. അതുപോലെ നിഫെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏത് ഭാഗമായിരുന്നു? ഭൂമിയുടെ ഏത് പാളിയിലെ ഭാഗമാണ് നിഫെ എന്നറിയപ്പെടുന്നത്? അതൊന്ന് പറയണേ. ശരി, ഇത്രയേ ഉള്ളൂ. നമുക്ക് അതുപോലെ നിങ്ങൾ ഒരു തുടർ പ്രവർത്തനം ചെയ്തുകൊണ്ട് വരണം. നമ്മുടെ ഭൂമിയുടെ ഒരു മാതൃക എങ്ങനെയാ? ഈ ഭൂവൽക്ക പാളികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു പാളി. ഈ ഭൂവൽക്ക പാളികളുടെ ഒരു മാതൃക എന്താണ്? ഈ ഭൂമിയുടെ ഉള്ളറയുടെ ഒരു മാതൃക നിങ്ങൾ ചെയ്തുകൊണ്ട് വരണം. അതിന് എന്താണ്? ഒക്കുന്നവരാണെങ്കിൽ വരച്ചു കൊണ്ടുവരിക. അല്ലാത്തവർ എന്താണ്? നിങ്ങൾ ഒരു മാതൃക ഉണ്ടാക്കാൻ അറിയാവുന്നവർ ഉണ്ടാക്കിക്കൊണ്ടുവരിക. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. പഠിച്ച ഭാഗങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ച് പഠിക്കുക. കൃത്യമായിട്ട് അന്നന്ന് പഠിപ്പിക്കുന്നത് പഠിക്കുക. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും നന്ദി.